നമസ്കാരം. കൊല്ലം ജില്ലയിൽ വീണ്ടും പോലീസ് മർദ്ദനം. നിരപരാധിയായ ഒരു യുവാവിനെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയിട്ട് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ കുളപ്പാടം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് അവശതയാക്കിയത്. കേരളത്തിൽ തന്നെ കൊല്ലം ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ തൊട്ട് സമീപപ്രദേശത്ത് ഓച്ചിറയിൽ തന്നെ ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത്തരം അക്രമങ്ങൾ നടക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ ഈ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിട്ടുള്ള ചിലർ. നിനക്കൊക്കെ ഒരു റൂം വീടേ ഉള്ളൂ, കക്കൂസുണ്ടോ സ്വന്തമായിട്ട്? നിനക്കൊക്കെ എത്ര അഹങ്കാരം എന്താടാ? നിന്നെപ്പോലെ കോളനി പിള്ളമാരെ കൈ കിട്ടി കഴിഞ്ഞാൽ അടിച്ച് നൂത്തിട്ടേ വിടത്തുള്ളൂ എന്നാ പോലീസുകാർ, കറുത്ത പോലീസുകാരൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കോളനിയിൽ നിന്ന് ഏത് പിള്ളേരെ കൈ കിട്ടിയാലും നിൻ്റെയൊക്കെ നട്ടലിടിച്ച് വെള്ളമാക്കിയിട്ട് എറിഞ്ഞിട്ട് വിടത്തുള്ളൂ. അതൊക്കെ എന്താ പറഞ്ഞ പോലീസ്? കോളനി മാറ്റമൊന്നുമല്ല, കോളനിക്കാരെ കൈ കിട്ടിയാൽ അവർ അടിച്ച് നൂത്തിട്ടേ വിടത്തോളം എന്നാണ് പറയുന്നത്. ജോലി ചെയ്ത് ജീവിച്ചാൽ ഞാനാണ് സാറേ. ഇപ്പം ജോലിക്ക് പോലും പറ്റത്തില്ല. നട്ടലിൻ്റെ വാരിലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെന്നെ പറ. വീട്ടിൽ ഞാനും മോനായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ വന്ന് കയറുന്നത്. അങ്ങനെ എന്നെ ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. മോനെ കിട്ടാത്ത ദേഷ്യത്തിന് എന്നെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പോലീസുകാർ വരുമ്പോൾ മോൻ വീട്ടിലില്ലായിരുന്നു? ഉണ്ടായിരുന്നു. മകനെ പിടിക്കാതെ അച്ഛനെ മാത്രം പിടിച്ചു? മാനെ പിടിച്ചില്ല. മാനെ പിടിക്കാൻ ഞാൻ പറഞ്ഞു മാനെ പിടിക്കേണ്ട, അവനെതിരെ കേസില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോയി അവർ നേരെ ജീപ്പിൽ ഇട്ട് നേരെ ആദ്യമേ അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. കണ്ണനല്ലൂർ. അവിടെ നേരെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അടിച്ചിട്ട് നേരെ എന്നെ കൊട്ടാരക്കര കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോയി കൊട്ടാര കൊണ്ടുപോയിട്ട് മരുന്ന് വെച്ച കാലിൽ. അവരടിച്ച് പൊട്ടിച്ച മുറിവുണ്ടായിരുന്നു. ഡോക്ടർ ചോദിച്ചിൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു ഇവരെ അടിച്ചതാന്ന് പറഞ്ഞു. പറഞ്ഞു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു കാല് അവരടിച്ച് മുറിച്ചതാ, പിന്നെ ഒരുപാട് കുത്തുര അടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഡോക്ടർ. അന്നേരം ഇങ്ങനെ എന്താണ്ടൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാടാ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ആ പോലീസുകാർ ജീപ്പേ കയറ്റി. എന്തിനാടാ പോലീസിൻ്റെ അടുത്ത് നീ ആ കഥ പറഞ്ഞ എന്തിനാ ചോദിച്ചു ഡോക്ടറെ അടുത്ത്. പിന്നെ എന്തിനാന്ന് ചോദിച്ചു. ചോദിച്ചിട്ട് പിന്നെ അടിക്കുമായിരുന്നു. 4 പേര്. ഇല്ല, 3 പേരെ എടുത്തിട്ട് ഒരാൾ വണ്ടി ഓട്ടിക്കുക. സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവിടെ എടുത്തിട്ട് എൻ്റെ അടുത്ത് കാല് നീട്ടറാന്ന് പറഞ്ഞു. കാല് നീട്ടിട്ട് ചോറിൽ വെച്ച് അടിക്കുമായിരുന്നു. ചോറിൽ വെച്ച് അടിക്കുമായിരുന്നു. അങ്ങനെ അത് പൊട്ടുന്നത്. അന്നേരം തന്നെ അനിയന്മാർ വന്നപ്പം പറഞ്ഞ് അവനെ കൊണ്ടുപോ, ചെറിയൊരു പെറ്റി കേസുണ്ട്. ചെയ്തു. ഇല്ല. അച്ഛൻ മോനുമായിട്ട് നിന്ന് അച്ഛൻ വരെ അടി കൊടുത്തു മോന്. അതിൽ വീട്ടിൽ വന്ന് മോനും അച്ഛനും കൂടെ സംസാരം ആയിക്കൊണ്ട് നിന്നപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ കേസോ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം കൊണ്ടുവന്ന് ആക്കിക്കോളാം, വഴക്കൊഴിവാവട്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടു ചെന്ന് കൊട്ടാരക്കര മൊത്തം ഇട്ട് കറക്കിയിട്ട് അടിച്ച് കാലിൻ്റെ പൊട്ടിയിരുന്നു. ഓപ്പറേഷൻ ചെയ്ത കാലായിരുന്നു. ആ കാല് തന്നെ അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുന്നത്. ആ എല്ല് പൊട്ടിയിട്ടുണ്ട്, നെഞ്ചിൻ്റെ ഒരു എല്ല് പൊട്ടിയിട്ടുണ്ട്. സ്കാനിങ് ചെയ്തപ്പോൾ ഇതെല്ലാം പൊട്ടിയുണ്ട്. അവർ വിളിച്ചപ്പോൾ നടന്നു പോയ മനുഷ്യനെ പിന്നെ തിരിച്ചെടുത്താണ് കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ. 23-ാം തീയതിയാണ് ഇത് ചെയ്യുന്നത്. 24-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആക്കുക, ക്യാഷ്വാലിറ്റി കൊണ്ടുവന്നു. പിടിച്ചോണ്ട് പോയി മൊത്തത്തിൽ അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുന്നു. വയ്യാത്ത കാല അടിച്ച് പൊട്ടിക്കലോ ഓപ്പറേഷൻ ചെയ്ത കാലാന്ന് പറഞ്ഞിട്ട് പോലും അവരൊരു മൈൻഡും ഇല്ലാതെ അത് അടിച്ച് എല്ല് പൊട്ടിച്ച് വെച്ചേക്കുന്നത്. പരാതി ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. നീതി കിട്ടണം. ഇങ്ങനെ കൊണ്ട് താമസമൊന്നുമില്ല. ഇങ്ങനെ അടിച്ച് ഇങ്ങനെ നിരപരാധികളെ കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീതി നമുക്ക് കിട്ടണ്ടേ സാറേ? അത് തീർച്ചയായിട്ടും വേണ്ടേ ഞങ്ങൾക്ക്?
ഇത്തരം പോലീസ് സേനയിൽ തന്നെ ഇത്തരം മോശപ്പെട്ട കുറച്ച് പോലീസുകാരാണ് ഈ സേനയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നത്. ജില്ലയിലെ പല ഭാഗത്തും മയക്കുമരുന്ന് വ്യാപനവും അക്രമവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരം കോളനിയിൽ കെട്ട നിരപരാധികളായിട്ടുള്ള ഇത്തരം യുവാക്കളെ അല്ലെങ്കിൽ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് മർദ്ദിച്ച് അവശതയാക്കുന്നത്. മകനും അച്ഛനും തമ്മിലുള്ള ഒരു വഴക്കിനെ തുടർന്ന് സമീപവാസികളാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നത്. അവർ വന്നിടന്നപ്പോൾ മകനെ കൊണ്ടുപോകാൻ നോക്കി, മകൻ പോകുന്നില്ല, മകന് പകരം അച്ഛൻ പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ കയറി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിനെ മർദ്ദിച്ച് കാലിൽ മുറിവ് പറ്റുകയും ആ മുറിവിന് ചികിത്സിക്കാൻ താലൂക്ക് ആശുപത്രി കൊണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഈ മുറിവ് പറ്റിയത് പോലീസുകാരുടെ മർദ്ദനത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിൽ തിരിച്ച് കൊട്ടാരക്കരയിൽ നിന്നും കുളപ്പാടം വരെ വാഹനത്തിലിട്ട് നിരന്തരം ഈ മനുഷ്യനെ മർദ്ദിക്കുന്ന കാര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രി കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം ചികിത്സയിൽ കിടന്നുകൊണ്ടാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ മൃഗീയമായിട്ട് ഇവിടെ ലഹരി വ്യാപിക്കുന്നവരെ ഗുണ്ടാ നേതാക്കളെ ഒന്നും അമർച്ച ചെയ്യാതെ അതിനുവേണ്ട പരിഹാരം കാണാതെ നിരപരാധികളായിട്ടുള്ള ഇത്തരം ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക. അത് ഈ പോലീസ് സേനയിൽ ഇത്തരം ചില ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരം നിരപരാധികൾക്ക് ഇത്തരം മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകുന്നത്. എന്തു തന്നെയായാലും അതിനുള്ള തീർച്ചയായും പരിഹാരം കാണട്ടെ. നിരപരാധി കോളനിയിൽ വന്ന് അവരെ മുഖത്ത് നോക്കി അവർക്ക് ഒരു ബാത്റൂമിൽ പോകാൻ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പോലീസുകാർ അവരെ ദളിതരായിട്ട് ഇവരെ അപമാനിച്ചിരിക്കുന്നത്. ഇത്തരം അപമാനം നേടുന്നതിൽ പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. സമ്പന്നർക്ക് മാത്രമേ പോലീസുകൾ ഇവർക്ക് ഫാൻ്റെ അടിയിൽ നിന്ന് കാറ്റുകൊള്ളാൻ വേണ്ടിയാണോ സ്റ്റേഷനിൽ ഇരിക്കേണ്ടത്? ഇങ്ങനെ വിവരം വിളിച്ച് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ നിൻ്റെ ഒന്നും കാര്യം നോക്കാനേ സമയമുള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, മർദ്ദിക്കുക, ഇത്തരം ക്രൂരമായ കാര്യങ്ങളാണ് ആ പോലീസ് സേനയിൽ നിന്നും ഇവിടെ കണ്ണനെല്ലൂർ കുളപ്പാടത്തുള്ള ഈ 3 പോലീസുകാർ കണ്ടാലറിയാവുന്ന പോലീസുകാരെ കുറിച്ചാണ് അവർ പരാതി കമ്മീഷണർക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉടനെ പരാതി കൊടുക്കുമെന്നാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ക്രൂരമായ നടപടിയായി പോയി അക്രമകാരികളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ വേണ്ടുന്ന പോലീസ് സേനയിൽ നിന്ന് ഇത്തരം ചില ആൾക്കാരാണ് ആ സേനയ്ക്ക് തന്നെ അപമാനം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തട്ടെ, അതിന് വേണ്ട നടപടികൾ എടുക്കട്ടെ. ഇത്തരം പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് നിരന്തരം കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നുകളും ഒക്കെ നടക്കുന്ന ഈ കൊല്ലം ജില്ലയിൽ ഇപ്പം അതിനുള്ള പരിഹാരം കാണാൻ നോക്കാതെ കുടുംബത്തിൽ അച്ഛനും മകനും ഒക്കെ ആയിട്ട് ഒരു തർക്കങ്ങളോ വാക്ക് തർക്കങ്ങളോ ഒക്കെ പെടുമ്പോൾ പരിസരവാസികൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ക്രൂരമായ നടപടിയാണ്. കർമ്മ ന്യൂസിന് വേണ്ടി കൊല്ലത്ത് നിന്നും രാമഭദ്രൻ.